സത്യം പറഞ്ഞാൽ ഷിംജിത മുസ്തഫയോട് എനിക്കിപ്പോൾ ഒരു ചെറിയ സഹതാപമുണ്ട്. മാത്രമേ ഉള്ളൂ. ആളുകൾ എന്നെ കുറ്റം പറയരുത്, കാരണം അവർ അടിസ്ഥാനപരമായി ക്രിമിനൽ അല്ല. ഗോപിച്ചേട്ടാ, നന്മയുടെ വിളനിലമായ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ വരെ മാതൃകയായിരുന്ന ഗോപിച്ചേട്ടനാണോ ഞങ്ങളുടെ സംസാരിക്കുന്നത്? അവരിപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഈ യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതൊരു വകതിരിവില്ലായ്മയുടെ ഫലമായി അനുഭവിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. വകതിരിവില്ലായ്മ, അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണിത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഷിംജിയോട് എൻ്റെ സഹതാപം അവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലവും അവർക്കില്ല. ഹിന്ദു ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, നാട്ടുകാരെ അവൾ നിരപരാധിയാണ്. അവർ ഇപ്പോഴത്തെ ട്രെൻഡിന്റെ ഭാഗമായി രാവിലെ ഒരു വൈറൽ വീഡിയോ സൃഷ്ടിക്കാൻ ഇറങ്ങുന്നു. കുറച്ചു നേരം മാത്രമേ അവർ ഈ ബസ്സിൽ യാത്ര ചെയ്തുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് എന്താ അയാൾ മരിച്ചുപോയി? ഈ കാണുന്ന വീഡിയോകൾക്ക് ആളുകളുടെ കയ്യടി കിട്ടാറുണ്ട്, ആളുകൾ ലൈക്ക് ചെയ്യാറുണ്ട്, അതിൻ്റെ പേരിൽ മറ്റേ ആളെ ചീത്ത വിളിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെയായി മാറിയത് ആ പാവപ്പെട്ടവൻ മരിച്ചതുകൊണ്ടാണ്. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. ഇപ്പോഴിത് അവർ അറസ്റ്റിലായിരിക്കുന്നു, തടവിലായിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇനി അവരെ വെറുതെ വിടണമെന്ന്. കാരണം അവർ ചെയ്ത കുറ്റത്തിന് അർഹിക്കുന്ന ശിക്ഷ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും ഇവരുടെ പിന്നാലെ നടന്ന് അവരെ ആക്രമിച്ച് അവരെ കൂടി ജയിലിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന അഭ്യർത്ഥന എനിക്കുണ്ട്. എന്ത് നല്ല മനുഷ്യനല്ലേ. എന്നാ നീ പോയി അവന്റെ അപ്പ സാഹിബിന്റെ കല്ലറ കൊണ്ട് മെഴുകുതിരി കത്തി. എന്തുകൊണ്ട് ഈ ഷിംജിത് ഇത് ചെയ്തു? അവളെ പോലെ അനേകം പേർ സോഷ്യൽ മീഡിയയിൽ ഈ പണി ചെയ്യുന്നത് കൊണ്ട് ചെയ്തു. അയാൾ മരിച്ചതുകൊണ്ട് അവൾക്ക് പണി കിട്ടി. അവൾ പേടിച്ചുപോയി, അക്ഷരാർത്ഥത്തിൽ പേടിച്ചുപോയി കാണും. ഓടി രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞില്ല. എന്റെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവും. ജയിലിൽ വന്ന് വനിതകളുടെ സെല്ലിലാണ്. ഈ വനിതകളുടെ സെല്ലിൽ ക്രിമിനലുകളായ വനിതകൾ, പലരും മോഷണ കേസിലും പിടിച്ചുപറി കേസിലും തല്ല് കേസിലും മറ്റും വന്ന പെൺഗുണ്ടകളാണ്. അവരുടെ കൂടെയാണ് കിടപ്പ്. പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. ജയിലെന്ന് പറഞ്ഞ് കുറേ അധികം ആളുകൾ ഒരുമിച്ചുണ്ടാവും. അവിടെ ഒരു ഫാനായിരിക്കുമുള്ളത്. അവിടെ പാവിരിച്ച് കിടന്നോണം, തലയണയില്ല, പാ കാണും. എല്ലാവർക്കും കൂടി ഒരു ടോയ്ലറ്റാണുള്ളത്. ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഓർക്കണം, 2 കാറുണ്ടായിരുന്ന, ആഡംബര വീടുണ്ടായിരുന്ന, ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന, എല്ലാ സൗകര്യങ്ങളോടും ജീവിച്ച 35 വയസ്സുള്ള ഒരു യുവതിയാണ് ഈ ഷിംജിത. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്?